നമസ്കാരം. അമേരിക്കയിലെ ജനങ്ങൾ ഇതിനു മുൻപും പലതരത്തിലുള്ള അതിശൈത്യവും മണ്ണുവീഴ്ചയും മഞ്ഞുവീഴ്ചയും കാറ്റും മഴയും കൊടുങ്കാറ്റും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാൾ ഇല്ലാത്ത രീതിയിലുള്ള അതിശൈത്യത്തിൽ ജനങ്ങൾ വിറച്ച് മരവിച്ചു മരിക്കുന്ന കാഴ്ച അമേരിക്കയിൽ നിന്നും പുറത്തു വരികയാണ്. അതിശക്തമായ മഞ്ഞുവീഴ്ചയിലും ശീതകാറ്റിലും അമേരിക്കൻ ജനജീവിതം ദുരിതത്തിൽ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതുവരെ 20 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. 7 ലക്ഷത്തിലേറെ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സപ്പെടുകയും 10,000-ത്തിലേറെ വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തതോടുകൂടി രാജ്യമെങ്ങും കടുത്ത പ്രതിസന്ധിയിലാണ്. മരണസംഖ്യയിൽ ന്യൂയോർക്കിൽ മാത്രം 8 പേർ ഉൾപ്പെടുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 6 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഓരോ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ മരണങ്ങളെല്ലാം അതിശൈത്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് ന്യൂയോർക്ക് പോലീസ് അറിയിച്ചു. അതേസമയം മരിച്ചവരിൽ പലരും ഭവനരഹിതരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് രാജ്യവ്യാപകമായി 7 ലക്ഷത്തിലേറെ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടും പുറത്തുവന്നു. ടെന്നസിയിലാണ് ഏറ്റവും കൂടുതൽ പേരെ ബാധിച്ചത്. ഇവിടെ മാത്രം 2.47 ലക്ഷം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ലഭ്യമല്ല. മിസിസിപ്പി, ടെക്സസ്, അതുപോലെ തന്നെ വിർജീനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സമാനമായ സ്ഥിതിയാണ് ഉള്ളത്. കൂടാതെ ശീതക്കാറ്റും മഞ്ഞുവീഴ്ചയും കാരണം 10,000-ത്തിലേറെ വിമാന സർവീസുകൾ US-ൽ റദ്ദാക്കിയിട്ടുണ്ട്. ന്യൂയോർക്കിലെ ഈ ഹസൺ വാലി, മസാച്യുസെറ്റ്സ്, ഇലിനോയി, മിസൗറി, ബോസ്റ്റൺ, ഒഹോയോ വാലി തുടങ്ങിയ മേഖലകളിൽ കനത്ത മഞ്ഞുവീഴ്ച രേഖപ്പെടുത്തി. മഞ്ഞുവീഴ്ച തുടരുകയാണെന്നും ഇന്നും 1 മുതൽ 5 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കാവുന്നതാണെന്നും ഈ മസാച്യുസെറ്റ്സ് ഗവർണർ മൗറ ഹീലി അറിയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ യാത്രകൾ ഒഴിവാക്കി വീടുകളിൽ കഴിയണമെന്നും ഗവർണർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂ മെക്സിക്കോ മുതൽ മെയിൻ വരെയുള്ള 10 കോടിയിലധികം ആളുകൾക്ക് ശീതക്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പല പ്രദേശങ്ങളിലും താപനില 0-ന് താഴെയാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതാവുകയും ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്തു. മഞ്ഞ് നീക്കം ചെയ്യുന്നതിനിടെയും ഉണ്ടായ അപകടങ്ങളും അതിശൈത്യമേറ്റുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി മെയിനിലെ ഈ വാങ്കോറിൽ ഒരു ചെറു വിമാനം തകർന്ന 6 പേർ മരിച്ചതും കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ പെടുന്നുണ്ട്. ഈ അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് വിമാനത്താവള അധികൃതർ തന്നെ അറിയിച്ചു. ശീതക്കാറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ സംസ്ഥാനത്തെ സഹായിക്കുന്നതിന് നാഷണൽ ഗാർഡിയൻ അനുമതി നൽകിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ മിസിസിപ്പി ഗവർണർ ടെയ്ഡ് റീവ്സ് ഒപ്പുവെച്ചു. കൊടുങ്കാറ്റ് ഉണ്ടാകാവുന്ന ഗുരുതരമായ നാശനഷ്ടങ്ങൾ മുൻകൂട്ടി കണ്ട് നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഒരാഴ്ചയായി വിന്യാസത്തിന് തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് ഗവർണർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 500 നാഷണൽ ഗാർഡ് അംഗങ്ങളെയാണ് വിന്യസിക്കുക എന്നും എന്നാൽ കൂടുതൽ സൈനികരുടെ സഹായം വേണ്ടിവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാഷണൽ ഗാർഡിന്റെ പ്രധാന ശ്രദ്ധ ലോജിസ്റ്റിക്കൽ പിന്തുണയിലായിരിക്കുമെന്നും എന്നാൽ ആവശ്യമായ മറ്റ് സഹായങ്ങളും നൽകുമെന്നും മേജർ ജനറൽ ബോബി ഗിൻ ജൂനിയർ അറിയിച്ചു. അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ആഞ്ഞടിക്കുന്ന ഫേൺ ശീതക്കാറ്റിൽ ജനജീവിതം ദുസ്സഹം തന്നെയെന്ന് തന്നെ പറയാം. ശനിയാഴ്ച ഉച്ചയോടെ ടെക്സസ്, ലൂസിയാന, മിസിസിപ്പി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത മഞ്ഞുവീഴ്ചയും ഐസ് മഴയും റിപ്പോർട്ട് ചെയ്തു. നിലവിൽ ഏകദേശം 1.35 ലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഈ തടസ്സപ്പെടലിന് ശേഷം എല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കുന്നത് അവിടെ ട്രംപ് എന്ന നിലപാട് സ്വീകരിക്കുമെന്ന് അടക്കമുള്ളവയാണ്. എന്തായാലും ഇതിൽ 60,000-ത്തോളം പവർ ഔട്ടേജുകൾ ടെക്സസിൽ മാത്രമാണ് ഉള്ളതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഗതാഗത സംവിധാനങ്ങൾ താറുമാറായിരിക്കുകയാണ്. വാരാന്ത്യത്തിൽ അമേരിക്കയിലുടനീളം 12,000-ത്തിലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. റോഡുകളിൽ ഐസ് കട്ടപിടിച്ചതോടുകൂടി പലയിടങ്ങളിലും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലാതെ പുറത്തിറങ്ങരുതെന്ന അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂ മെക്സിക്കോ മുതൽ ന്യൂ ഇംഗ്ലണ്ട് വരെയുള്ള 200 ദശലക്ഷത്തിലധികം ജനങ്ങൾ ഈ അതിശൈത്യത്തിന്റെ പരിധിയിലാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് വെർജീനിയ, സൗത്ത് കരോലൈന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആർട്ടിക് വായുപ്രവാഹം തെക്ക് മേഖലയിലേക്ക് എത്തുന്നതോടുകൂടി താപനില റെക്കോർഡ് നിലയിലേക്ക് താഴാൻ സാധ്യതയുണ്ട്. പലയിടങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതും വൈദ്യുത ലൈനുകൾ തകരുന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറുന്നു. വരും ദിവസങ്ങളിലും മഞ്ഞുരുകുന്നത് മന്ദഗതിയിലാകുമെന്നതിനാൽ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാൻ വൈകിയേക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കനത്ത മഞ്ഞിനിടെ യാത്രക്കാരുമായി വന്ന പ്രൈവറ്റ് ജെറ്റ് വിമാനത്താവളത്തിൽ തകർന്നു. അമേരിക്കയിലെ മെയിൻ സംസ്ഥാനത്തെ ഈ ബാഗോർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം. 8 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്.
ഈ ബോംബാർഡിയർ ചലഞ്ചർ 600 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്നവരുടെ വിവരങ്ങളും ഇവരുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. അമേരിക്കയുടെ പല ഭാഗങ്ങളിലും മഞ്ഞുവീഴ്ച ശക്തമാവുന്നതിനിടയിലാണ് അപകടമുണ്ടായ സമയത്ത് കാഴ്ചാ പരിമിതി വളരെ കുറവായിരുന്നുവെന്നാണ് വിവരം. അമേരിക്കയിൽ ശക്തമായ മഞ്ഞുവീഴ്ചയിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾക്ക് വൈദ്യുതി പോലും ഇല്ലാതെ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിമാനത്താവളത്തിൽ കാഴ്ച പരിമിതി നേരിടുന്നത് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും വെല്ലുവിളി സൃഷ്ടിക്കുന്നതായി പൈലറ്റുമാർ നേരത്തെ പരാതിപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച വരെ കനത്ത മഞ്ഞുവീഴ്ച മുന്നറിയിപ്പാണ് മെയിനിൽ നൽകിയിട്ടുള്ളത്. അപകടത്തിന് പിന്നാലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. അപകടത്തിന് തൊട്ടു മുൻപ് ടേക്ക് ഓഫിനിടെ കാഴ്ച പരിമിതി സംബന്ധിച്ച് എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തോട് പൈലറ്റ് പരാതിപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വിമാനം ഇടിച്ചിറക്കിയത്. തലകീഴായി കിടക്കുന്ന നിലയിലാണ് വിമാനം ഉള്ളതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. റൺവേയിൽ നിന്ന് പുകയും തീയും വരുന്നതായും ദൃക്സാക്ഷികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നും പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്ക് വരരുതെന്നും അധികൃതർ വിശദമാക്കി. ഞായറാഴ്ച കനത്ത മഞ്ഞിൽ അമേരിക്കയിലെ 5500-ലേറെ വിമാന സർവീസുകളാണ് വൈകിയത്. 11,000-ഓളം സർവീസുകൾ റദ്ദാക്കിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫിലാഡൽഫിയ, വാഷിംഗ്ടൺ DC, അതുപോലെ തന്നെ ബാൾട്ടിമോർ, നോർത്ത് കരോലിന, ന്യൂയോർക്ക്, ന്യൂജേഴ്സി അടക്കമുള്ള വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം മഞ്ഞുവീഴ്ചയിൽ സാരമായി ബാധിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അമേരിക്ക കരകയറട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ജനങ്ങൾ.